ഫെബ്രുവരി 10 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നടത്തിപ്പുകാരൻ ഞാനല്ല എന്ന തലക്കെട്ടോടു കൂടി രണ്ടാമത്തെ പടിയുടെ ഭാഗമായിട്ടുള്ള 4-ാമത്തെ അധ്യായത്തിലെ ലിറ്ററേച്ചറാണ്. നമുക്കുണ്ടാകുന്ന ഓരോ കുഴപ്പങ്ങളും നമ്മൾ അടിച്ചേൽപ്പിച്ചതാണ്, അത് നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നുള്ള ബോധ്യം നമുക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒരു കാര്യവും പിന്നത്തേക്ക് നീട്ടിവെക്കാനൊന്നും സാധ്യമല്ല. നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ കുഴപ്പങ്ങൾ? നമ്മുടെ മാനുഷികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. മറ്റുള്ള മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അവിടങ്ങളിലെല്ലാം തന്നെ മറ്റു മനുഷ്യർ നമ്മളൊഴിച്ച് ബാക്കിയുള്ള ആളുകളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് സംഘർഷത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ആളുകളും സാഹചര്യങ്ങളെയൊക്കെ പലപ്പോഴും നമ്മൾ കുറ്റം പറയുമ്പോഴും നമ്മളാണ് കുഴപ്പം എന്ന കണ്ടെത്തൽ. ഒന്നാമത്തെ പടിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അനിയന്ത്രിതമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് വ്യക്തിബന്ധങ്ങളിൽ കുഴപ്പമുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിയാൽ മതി. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് കരുതുക. ഓരോ ആൾക്കാരെയും വിലയിരുത്തിയിട്ടും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും ഒക്കെ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ നേരിട്ടിട്ട് തന്നെ നമ്മൾ റിമാർക്കുകൾ തൊടുത്തു. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഇപ്പോൾ വയസ്സിൻ്റെ പുറത്തായിരിക്കാം, ഞാനൊക്കെ ഇത്ര ഓണം ഉണ്ടവനാണെന്നുള്ള അഭിപ്രായത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു പഴമക്കാരനാണെന്ന നിലയിലായിരിക്കാം. അവിടങ്ങളിലൊക്കെ ഈ ഒരു കുഴപ്പം തിരിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ കാരണം രണ്ടാമത്തെ പടി ഉറപ്പിക്കാത്തതുകൊണ്ടാണെന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. പക്ഷെ അറിയില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദൈവത്തെക്കുറിച്ചൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ പറയും. തൊട്ടടുത്ത നിമിഷവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താ നമ്മൾ ചിന്തിക്കണം. നമ്മളിത് അറിയുന്ന പോലും ഇല്ല നമുക്ക് ഇത്രയും കുഴപ്പങ്ങളുണ്ട് മറ്റുള്ളവർ. കാരണം അവരുടെ കുഴപ്പമല്ല, നമ്മുടേതാണ് കുഴപ്പം, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെന്താണ്? നമ്മുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലോചിച്ചാൽ നമ്മളെ ചെറിയ രീതിയിൽ വിമർശിക്കുകയും മറ്റു കാര്യങ്ങൾ മറ്റുള്ളവർ സഹിഷ്ണുതപ്പെടുത്തണം, മറ്റേത് ചെയ്യണം എന്നൊക്കെ പറയണം. അത് നമ്മൾ ചെറിയ വിമർശനങ്ങൾ വന്നാൽ പൊട്ടിത്തെറിക്കുക. നമ്മൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് ഇതാക്കുക, മറ്റുള്ളവർക്ക് വലിയ ഉപദേശം കൊടുക്കും. അവനവൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഈഗോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മളെക്കുറിച്ച് പറഞ്ഞു എന്ന് കേട്ടാൽ കുഴഞ്ഞു പരിപാടി. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഫുൾ തർക്കം, നമ്മളെല്ലാം ശരിയാണെന്നുള്ള കാഴ്ചപ്പാടിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മറ്റുള്ള ആൾക്കാരോടുള്ള അസൂയ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അങ്ങനെ പ്രകടമായിട്ട് വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങുക ഒക്കെ ചെയ്യാം. ഇത്തരത്തിലുള്ള വൈകാരികമായ പല കാര്യങ്ങൾ, നമ്മുടെ സങ്കടം, നമ്മുടെ അമിതമായിട്ടുള്ള സന്തോഷം, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കത് ബോധ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നമുക്കത് ബോധ്യം വേണം, എന്നാലേ കാര്യമുള്ളൂ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത് പറ്റിയിട്ടില്ല എന്ന ബോധ്യം എനിക്ക് ഉണ്ടാവുന്നുണ്ടോ. ഒന്നാമത്തെ പടിയിലാണെങ്കിലാണ്, ഒന്നാമത്തെ പടി കൃത്യമായിട്ട് അനിയന്ത്രിതാവസ്ഥയാണെങ്കിലാണ് നമുക്കത് ബോധ്യം ഉണ്ടാവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഭ്യാസത്തിനാണ്, ഇതൊക്കെ ഇങ്ങനെ പോകും, അങ്ങനെ പുരോഗതിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒടുന്യായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയും നമുക്കും മറ്റുള്ളവർക്കും ഉപകാരമില്ലാതെ രീതിയിൽ നമ്മുടെ ഷെയറിങ് പോലും എങ്ങനെയാവും. സ്വയം സഹതാപമായിട്ടേ നമുക്ക് കുറേ പുരോഗതി അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുരോഗതി പോയിട്ട് അതിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന? അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ കഷ്ടപ്പാടിനും വിഷാദത്തിനും ഇരയാണ്. എനിക്ക് കടുത്ത കഷ്ടപ്പാടും പ്രശ്നങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ പോക്ക് ശരിയായിട്ടുള്ള രീതിയിലല്ല, എവിടെയൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കഷ്ടപ്പാടിനെ തിരിച്ചറിയാനും അതിൻ്റെ കുഴപ്പങ്ങളും എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള ചർച്ച പോലും ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിഷമമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം. അതേമാതിരി വേറൊരു വിഷമിച്ചിരുന്ന ആളെ നമ്മൾ ഉപദേശം കൊടുക്കാനല്ല പോവുക. അതും ഇവിടുത്തെ ഈ ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക്, കാരണം നമ്മൾ നല്ല മാനസികാവസ്ഥയിൽ നിന്നിട്ട് ഈ ഉപദേശം കൊടുക്കുന്ന പോലെയല്ല മറ്റൊരാളുടെ വിഷമസ്ഥിതിയിൽ പോയിട്ട് ഉപദേശം കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിലല്ല എന്ന ബോധ്യം പോലും നമുക്കില്ല. മറിച്ച് നമ്മൾ നമ്മുടെ തന്നെ ദൈവം കളിയിലും നമ്മൾ തന്നെയാണ് ഇതെല്ലാം നയിക്കുന്നത്, നമ്മുടെ ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരെ വിലയിരുത്തുകയും മറ്റത് ഇങ്ങനെയാവും അങ്ങനെയാവും എന്നുള്ള വിധിക്കലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കടുത്ത
വ്യർത്ഥതാബോധമുള്ളവരായിട്ട് നമ്മൾ ആകുന്നു. ആകെപ്പാടെ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് മാറാൻ പറ്റില്ല. യഥാർത്ഥ നമ്മുടെ പ്രോഗ്രാം എന്താണ്? മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് എങ്ങനെ എന്നെ മാറ്റാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ മാത്രമല്ല, എവിടെയൊക്കെ നമ്മൾ ഇടപെടുന്നു, കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, അവിടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി നമ്മൾ മാറുമ്പോഴാണ് ഈ ലോകവും ഈ ലോകത്തിലെ ആളുകളും അല്ല മാറേണ്ടത് എന്ന ആ തീരുമാനത്തിലോ അല്ലെങ്കിൽ ആ ചിന്തയിലൂടെ നമ്മൾ മാറിയിട്ട് നമ്മൾ സംഘർഷമില്ലാതെ മദ്യത്തെ വീണ്ടും കൊണ്ടുവരാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഒരു വലിയ ശക്തി. ഒന്നില്ലെങ്കിൽ വലിയ ശക്തിയാണ് ഇല്ല, അതെല്ലാമാണ്. അതിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് കരുതണം. അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. എങ്ങനെ വെച്ചാൽ പോട്ടെ, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പോകാം. അവിടെയാണ് ഈ എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. അവർ യഥാർത്ഥത്തിൽ എന്താണ്? ദൈവം എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ ദൈവമാണ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവാൻ തുടങ്ങും. എൻ്റെ ഓരോ പ്രവർത്തികളിലും മാറ്റം ഉണ്ടാവും, എൻ്റെ ഓരോ ചിന്തകളിലും മാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രവൃത്തി പദത്തിലേക്ക് എത്തും. അപ്പോഴാണ് ഞാനല്ല ഡയറക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ പെരുമാറ്റം, എൻ്റെ ഷെയറിങ്ങിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകും. എന്നെ കൊണ്ട് പ്രയോജനപ്രദമായി മാറാൻ പറ്റും. ഞാൻ നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ മീറ്റിങ്ങിൽ പറഞ്ഞുകൊണ്ടിരിക്കില്ല. മറ്റുള്ളവരുടെ ഞാനാണ് ഇതെല്ലാം ഡയറക്ടർ ചെയ്യുന്ന എന്നുള്ള ഭാവത്തിൽ മീറ്റിങ്ങിൻ്റെ മുതലാളിയായിട്ട് ഞാൻ ഇരിക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കാതെ എൻ്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവില്ല. ഞാൻ സ്വയം സഹതാപം മീറ്റിങ്ങിൽ പടർത്തി വെക്കില്ല. ഞാൻ പ്രവർത്തിക്കുന്ന കുടുംബത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ, എവിടങ്ങളിലൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങളുള്ളത്, അവിടങ്ങളിലൊക്കെ തന്നെ പ്രയോജനപ്രദമായിട്ട് മാറുന്ന ആളായിട്ട് മാറാനായി സഹായിക്കുന്ന വലിയ ശക്തി. അതിനെല്ലാം എൻ്റെ കുഴപ്പങ്ങളും എൻ്റെ ദുർബലതകളെയും മാറ്റി എന്നെ സഹായിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തെ പ്രവർത്തിപ്പിക്കുന്നുകൊണ്ടാണെന്നും അത് പ്രവർത്തിപ്പിക്കാൻ നിരന്തരമായിട്ടും ഒരു ദിവസത്തെ പരിപാടി എന്നുള്ള തയ്യാറാവണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.